Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ വേർഡ് ആർട്ടൻ. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പം ഇതിലെല്ലാം ഒന്നും ഞാൻ കവർ ചെയ്യുന്നില്ല, ഒന്ന് രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഇപ്പം നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇൻ ജർമ്മൻ ഇതെന്താണ്, ഓരോന്നും എന്താണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം നോമൻ എന്താണെന്ന് നോക്കാം. നോമൻ എന്ന് വെച്ചാൽ നൗണാണ്. നമ്മൾ ഇംഗ്ലീഷിലും നൗൺ പഠിക്കുന്നുണ്ടല്ലേ, അപ്പം ജർമ്മനിൽ നൗൺ എങ്ങനെയാണെന്ന് നോക്കാം. ജർമ്മനിൽ നോമൻ എന്ന് വെച്ചാൽ എന്താണ്? നെയിംസ് ഓഫ് പീപ്പിൾ, ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് തിങ്സ് ആൻഡ് ഓൾസോ മൂഡ്സ് ഓർ ഫീലിങ്സ്. ഓക്കെ, അപ്പം ആൾക്കാരുടെ പേരാവാം, ആനിമൽസ് ആവാം, പ്ലാന്റ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളാവാം, അല്ലെങ്കിൽ മൂഡുകളോ ഫീലിങ്സോ ആവാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾവേസ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഇതാണ് ഇംഗ്ലീഷുമായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നോമൻ നമ്മൾ എവിടെ എഴുതുകയാണെങ്കിലും സെൻറ്റൻസിൻ്റെ നടുക്കോ അവസാനമോ എവിടെയാണെങ്കിലും നോമൻ എഴുതുമ്പോൾ എപ്പോഴും നോമൻ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഇനി നോമൻ്റെ കൂടെ എപ്പോഴും ഹാസ് ആൻ ആർട്ടിക്കിൾ. ഇപ്പം ഡി, ഡെയർ, ഡസ് എന്ന് പറഞ്ഞ 3 ജർമ്മൻ ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിൾ എന്തായാലും നോമൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ. ഓക്കെ, സിംഗുലർ ആയിരിക്കാം അല്ലെങ്കിൽ പ്ലൂറൽ ആയിരിക്കാം. നമുക്ക് നോമൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഡെയർ മൻ. ഡെയർ മൻ എന്ന് വെച്ചാൽ ദ മാൻ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ മാൻ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലേ. ഡി ഷൂലർ. ഡി ഷൂലർ എന്ന് വെച്ചാൽ ദ സ്കൂൾ. ദസ് ഔട്ടോ. ദസ് ഔട്ടോ എന്ന് വെച്ചാൽ എന്താണ്? കാറ്. അപ്പോൾ ഡി, ഡെയർ, ഡസ് 3 വെച്ചിട്ടും ഉള്ള നോമൻസ് നമ്മൾ കണ്ടു. ഇനി ഡിഫ്രോയിൻഷാഫ്റ്റ്. ഡിഫ്രോയിൻഷാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും ഇവിടെ ഒരു നോമനാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ ഡി വന്നതും എഫ് ക്യാപിറ്റൽ ആയതും. ഓക്കെ, അപ്പോൾ ഡിഫ്രോയിൻഷാഫ്റ്റ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. ഡെയർ മൻ ആർബൈറ്റഡ്. ഡെയർ മൻ അയാൾ വർക്ക് ചെയ്യുകയാണ്, ആർബൈറ്റഡ്. അപ്പോൾ ഇതിൽ ഡെയർ മൻ എന്ന് പറയുന്നതാണ് നമ്മുടെ നോമൻ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കണ്ടോ എം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡെയർ മൻ ആർബൈറ്റഡ്. ഇവിടെ ആർബൈറ്റഡ് വേർബാണ് കേട്ടോ. ഡി ഷൂലർ ബിഗിൻഡ് 8 Uhr. ഡി ഷൂലർ, ദ സ്കൂൾ ബിഗിൻസ് അറ്റ് 8 o'clock. സ്കൂള് 8 മണിക്കാണ് തുടങ്ങുന്നത്. Ich kaufe ein Auto. Ich kaufe ein Auto. ഞാനൊരു കാർ മേടിക്കുകയാണ്. അപ്പോൾ ഐൻ ഔട്ടോ. ഇതിൽ ഡി, ഡെയർ, ഡസ് ആണ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ഐൻ ഔട്ടോ ആണത്. അതെങ്ങനെ ആയെന്നുള്ളത് നിങ്ങൾ അഡ്ജക്റ്റീവ് എൻഡും പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഐൻ ഔട്ടോ. അപ്പം ദസ് ഔട്ടോ നമ്മൾ ദ കാർ എന്നാണ് അല്ലേ. ദസ് ഔട്ടോ ഒരു വണ്ടി, ഞാൻ ഒരു വണ്ടി മേടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടീനെയാണ് ഐനാക്കിയത്. അതെന്തുകൊണ്ടാണ് ഐനെ ആവാഞ്ഞത് അല്ലെങ്കിൽ ഐനസ് ആവാഞ്ഞതെന്നൊക്കെ, അല്ലെങ്കിൽ ഐനർ ആവാഞ്ഞത് എന്താണെന്നുള്ളത് നമ്മൾ അഡ്ജക്റ്റീവ് എൻഡും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ദസ് ഔട്ടോ ഐൻ ഔട്ടോ ആയി. ഇവിടെ ദസ് എപ്പോഴും നോമിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ വേണമെന്ന് പറഞ്ഞു. ആ ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. വേർബ് എന്താണെന്ന് നോക്കാം. വേർബ് എന്താണ്? നമ്മൾ ഇംഗ്ലീഷിലും വേർബ് പഠിക്കുന്നതാണല്ലേ, മലയാളത്തിൽ ക്രിയ. അപ്പം ഷോസ് ഹൂ ഡസ് സംതിങ്. ആരാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്ന് കാണിക്കുന്നു ജർമ്മൻ സെൻറ്റൻസിൽ. ഓക്കെ, ഇനി ഷോസ് വാട്ട് ഹാപ്പൻസ്, എന്താണ് നടന്നതെന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ ഷോസ് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ്. അപ്പം ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ് എന്താണെന്ന് കാണിക്കുന്നു. ഇനി വേർബ്സ് ആർ കോൺജുഗേറ്റഡ്, അതായത് ചേഞ്ചസ് വിത്ത് ദ സബ്ജക്റ്റ്. അപ്പോൾ ജർമ്മനിലെ വേർബ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേർബ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഫോം മാറിക്കൊണ്ടിരിക്കും. ഇഷ് ഗെയർ, ദു ഗേസ്, അങ്ങനെ നമ്മൾ കോൺജുഗേഷൻ പഠിക്കണം അല്ലേ വേർബിൻ്റെത്. അപ്പോൾ ഗേ എന്ന് വെച്ചാൽ പോവാന്നാണ് അർത്ഥം. ലേൺ എന്ന് വെച്ചാൽ പഠിക്കുക. എസ് എന്ന് വെച്ചാൽ കഴിക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ ആവുക, ടു ബി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് വേർബുകളാണ്. നമ്മൾ ഈ കാണുന്നത് വേർബിൻ്റെ ബേസ് ഫോംസ് ആണ്. അതായത് ഇതൊന്നും കോൺജുഗേറ്റഡ് അല്ല. ബേസ് ഫോമിനെ ഇവർ ഇൻഫിനിറ്റീവ് ഫോം എന്നാണ് പറയുന്നത്. ഇനി ഒരു പ്രത്യേകത എന്താണ് വേർബിനെന്ന് വെച്ചാൽ വേർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും, ദ്വൈത പൊസിഷനിലായിരിക്കും വേർബ് എപ്പോഴും വരിക. നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഒരു B2 ലെവലൊക്കെ വരുമ്പോൾ ഇത് മാറും കേട്ടോ. പക്ഷേ A1 A2 നമ്മളൊരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് പറയുകയോ എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മേക്ക് ഷുവർ വേർബ് പൊസിഷൻ
ടൂവിലാണെന്ന്. അതിൽ മൊഡാൽ വേർബ് വരുമ്പോൾ മൊഡാൽ വേർബ് ആയിരിക്കും സെക്കൻഡ് പൊസിഷൻ എടുക്കുക. ഈ നമ്മുടെ നോർമൽ ഗേ ആൻഡ് ലേൺ ആൻഡ് എസ് എന്നുള്ള വാക്കൊക്കെ അവസാനത്തേക്ക് പോകും. പക്ഷേ എന്നാൽ പോലും വേർബാണ് എപ്പോഴും സെക്കൻഡ് പൊസിഷൻ. വേർബ് ഇസ് കിങ് എന്നാണ് കേട്ടോ. അപ്പോൾ വേർബാണ് കിങ്. ജർമ്മൻ സെൻറ്റൻസിൽ ആക്ഷനാണ്, എന്താണ് നടക്കുന്നത്, ആരാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാനുള്ളതാണ് എപ്പോഴും വേർബ്. ഇപ്പോൾ വേർബ് ഒരു സെൻറ്റൻസിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി വേർബ് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വേർബ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇഷ് ലേൺ ഡോയ്ഷ്, ഞാൻ ജർമ്മൻ പഠിക്കുന്നു. ഇഷ് ആയതുകൊണ്ട് ലേൺ എന്ന് പറഞ്ഞ വേർബിനെ ഇവിടെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് ലേൺ എന്നായി. എർ ഗേറ്റ് zur Arbeit, എർ ഗേറ്റ് zur Arbeit, അവൻ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഗേ എന്ന് പറഞ്ഞ വേർബിനെ നമ്മൾ ഗേറ്റ് എന്നാക്കി. കാരണം എന്താണ്, എറിനാണ് അല്ലേ, അവനാണ് പോകുന്നത്. അപ്പോൾ എർ ഗേ എന്ന് പറയില്ല, ഇവിടെ ലേൺ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എർ ഗേറ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എർ ഗേറ്റ് zur Arbeit, അവൻ ജോലിക്ക് പോകുന്നു. Wir essen zusammen, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നു. Wir essen zusammen. അപ്പോൾ ഇതിനെന്താണ്, വിയർ എന്ന് പറയുമ്പോൾ എന്താ, വിയറിൻ്റെ കോൺജുഗേഷൻ എപ്പോഴും ബേസ് ഫോമാണ്, വേർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും. Wir essen zusammen. Sie ist müde, അവൾ ക്ഷീണിച്ചിരിക്കുകയാണ്. സി ആയപ്പോൾ എന്തായി, സൈൻ എന്ന് പറഞ്ഞത് ഇഷ് ബിൻ ഡു ബെസ്റ്റ് എന്നൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ കോൺജുഗേഷൻ സി ഇസ്റ്റ് മൂഡ് എന്നാണ്. അവൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ബേസ് വേർബ് ഏതായാലും അത് ആരാണോ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് വേർബ് കോൺജുഗേറ്റ് ആവും. അതാണ് ഓരോ വേർബും ആരാ ചെയ്യുന്നതെന്നനുസരിച്ച് വേർബിൻ്റെ ഫോം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കണ്ടാൽ ഇവിടെ ആരാണ് പഠിക്കുന്നത്, ലേണേ എന്ന് പറയുമ്പോൾ അപ്പം കത്തണം ഞാനാണ് പഠിക്കുന്നത്. എർ ഗേറ്റ് സു ആബൈറ്റ്, ഗേറ്റ് എന്ന് പറയുമ്പോൾ അപ്പം മനസ്സിലാവണം എർ അവനാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതാണ് വേർബിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് എഡ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. അപ്പം എഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഷോസ് ഹൗ സംതിങ് ഇസ്, ഒരു കാര്യം എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഫീൽസ്, അത് തൊട്ടാൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ടേസ്റ്റ് എങ്ങനെയാണ്, സ്മെല്ല് എങ്ങനെയാണ്, എങ്ങനെയാണ് അതിനെ കേൾക്കാൻ എങ്ങനെയാണ്, അങ്ങനെ ഒരു കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് നമ്മൾ എഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ്സ് എ നോമൻ, അല്ലെങ്കിൽ അതൊരു നൗണിനെ ആയിരിക്കാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു എഡ്ജക്റ്റീവ്. ടെൽസ് ഹൗ സം വൺ അല്ലെങ്കിൽ സംതിങ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇസ്, ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയായിരുന്നു, ഞാനിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഇവൻ്റ് എങ്ങനെയുണ്ടായിരുന്നു, അതിനെയെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഒരു അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നോക്കൂ, ആ പൂവിന് നല്ല മണമാണ്, അല്ലെങ്കിൽ നല്ല കളറ്, ആ നല്ല എന്ന് പറയുന്നതാണ് കളറിൻ്റെ അഡ്ജക്റ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ നല്ല മണമുള്ള പൂവാണ് അല്ലേ, നല്ല മണം എന്ന് പറയുന്നത് എന്താണ്, അതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ജർമ്മനിൽ അഡ്ജക്റ്റീവ്സ് നോക്കാം. ഗ്രോസ് എന്ന് വെച്ചാൽ എന്താണ്, ബിഗ് അല്ലെങ്കിൽ ടോൾ. ആൾട്ട് എന്ന് വെച്ചാൽ ഓൾഡ്, വയസ്സായ. ഷൂൺ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ. ഇൻറ്ററസാൻറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ്. അപ്പം ഗ്രോസ്, ആൾട്ട്, ഷൂൺ, ഇൻട്രസാൻറ്റ്, ഇത് 4 അഡ്ജക്റ്റീവ്സ് കണ്ടു നമ്മൾ. ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള സെൻറ്റൻസസ് നോക്കാം. അഡ്ജക്റ്റീവ് കംസ് ബിറ്റ്വീൻ ആർട്ടിക്കിൾ ആൻഡ് നൗൺ. ആർട്ടിക്കിളിൻ്റെയും നൗണിൻ്റെയും ഇടയിലായിരിക്കും മിക്കപ്പോഴും അഡ്ജക്റ്റീവ് വരിക. ഓഫൺ ചേഞ്ചസ് ഇറ്റ്സ് എൻഡിങ് മാറും. മിക്കപ്പോഴും ഇതിൻ്റെ എൻഡിങ് മാറും. ഒരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അവസാനത്തെ വാക്കുകൾ അവസാനത്തെ കുറച്ച് ആൽഫബറ്റ്സ് മാറും. ഓക്കെ, എൻഡിങ് മാറും അഡ്ജക്റ്റീവിൻ്റെ. അഡ്ജക്റ്റീവ് ബിഫോർ എ നൗൺ. ബിഫോർ എ നൗൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പം നൗണിന് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ അത് ഇപ്പം ഈ ഒരു കേസിൽ ഡെയർ ഗ്രോസ് എ മൻ. അപ്പം ഈ ഒരു യൂസേജിൽ ഡെയർ ഗ്രോസ് എ മൻ എന്ന് പറയുമ്പോൾ മാനാണ് നമ്മുടെ നൗൺ എന്ന് നമുക്കറിയാം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ വലിയ അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ആളെന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇയാളെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണല്ലേ ഈ ഗ്രോസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഐന് ക്ലൈന് സ്റ്റാറ്റ്, ഒരു ചെറിയ സിറ്റി. ഓക്കെ, അപ്പം സിറ്റിയാണ് നമ്മുടെ എന്ത്, നോമൻ അല്ലേ. ഇനി ഒരു ചെറിയ സിറ്റി, അതിൽ ചെറിയ എന്ന് പറയുന്നതല്ലേ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ക്ലൈന എന്ന് പറയുമ്പോൾ. ഇനി ക്ലൈനെ എന്തുകൊണ്ട്, ക്ലൈൻ എന്താ പറയാത്തത്, അതിന് നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ് പഠിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ സിറ്റി, ഐൻ ക്ലൈൻ സ്റ്റാറ്റ് എന്നല്ല, ഐൻ ഇൻറ്ററസാൻറ്റസ് ബുക്ക്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക്. അപ്പോൾ
ദസ് ബൂഹാണ് ബി ആണ്, സോറി, ബുക്കാണ് നമ്മുടെ നൗണ്, അതുകൊണ്ടാണ് ബി ക്യാപിറ്റലിൽ ഇരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക്, ein interessantes Buch. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ ഗ്രോസമാൻ, ക്ലൈനസ്റ്റാറ്റ്, ഇൻട്രസാൻറ്റസ് ബുഹ്, ഇത് മൂന്ന് ടൈപ്പ് അഡ്ജക്റ്റീവ് എൻഡിങ് ആണ്. അഡ്ജക്റ്റീവ് എൻഡിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഇതിപ്പോൾ മാറുമ്പോൾ ജസ്റ്റ് ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെയാണല്ലോ, എസ് ആണല്ലോ, ഇവിടെ ഇ ആണല്ലോ വന്നേ എന്നൊരു കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ, കൺഫ്യൂഷൻ തോന്നിയതിൽ കാര്യമുണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അഡ്ജക്റ്റീവ് എൻഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഗോ ചെക്ക് ദാറ്റ് ഔട്ട്. ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞപ്പോൾ നോമന് മുന്നേ ആണ് അഡ്ജക്റ്റീവ് വന്നത് അല്ലേ. നോമന് മുന്നേ വരുമ്പോൾ എപ്പോഴും ഇതിനൊരു അഡ്ജക്റ്റീവ് എൻഡിങ് ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടു. ഇനി അഡ്ജക്റ്റീവ് എൻഡിങ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വേർബ് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് ആഫ്റ്റർ ദ വേർബ് ആണെങ്കിൽ എൻഡിങ് ഇല്ല. നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ് ഒന്നും പഠിക്കാണ്ട് ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതാൻ നോക്കാമല്ലോ. ഡെർ മൻ ഇസ്റ്റ് ഗ്രോസ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്, ഡെർ ഗ്രോസ് എ മൻ ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് തിരിച്ച് ഇങ്ങനെയും പറയാം. എങ്ങനെ, ഡെർ മൻ ഇസ്റ്റ് ഗ്രോസ്, ആ മനുഷ്യൻ വലുതാണ്. ഓക്കെ, ഡി സ്റ്റാറ്റ് ഇസ്റ്റ് ഷൂൺ, ആ സിറ്റി നല്ല ബ്യൂട്ടിഫുൾ ആണ്. അല്ലെങ്കിൽ ഡി സ്റ്റാറ്റ് ഇസ് ക്ലൈൻ എന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവ് എൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം നോമൻ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ അഡ്ജക്റ്റീവ് വരുന്നത്. നോമനും വേർബും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് എൻഡിങ് ആവശ്യമില്ല. നോമൻ്റെ മുന്നിൽ വരുമ്പോഴാണ് അഡ്ജക്റ്റീവ് എൻഡിങ് ആവശ്യം വരിക. ദസ് ബൂഹ് ഇസ്റ്റ് ഇൻട്രസാൻറ്റ്, ദസ് ബൂഹ് ഇസ് ഇൻട്രസാൻറ്റ്. അപ്പോൾ ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനത്തെ കേസ് മോസ്റ്റ്ലി സൈൻ, വേർഡൻ, ബ്ലൈവൻ അങ്ങനത്തെ വേർബ്സ് യൂസ് ചെയ്യുമ്പോഴാണ് വരിക കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ 100 കണ്ടീഷനൊക്കെ പഠിച്ചു വെക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജർമ്മൻ ഗ്രാമർ നമ്മൾ കുറേ പഠിച്ചു വരുമ്പോൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ഈ ഒരു കുറേ സെൻറ്റൻസസ് നോക്കിയിട്ട് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഏത് വേർബിൻ്റെ കൂടെയാണ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പാറ്റേൺ പഠിച്ചിട്ടാണ് പരീക്ഷ ജയിച്ചത് കേട്ടോ. എക്സാമ്പിൾ സെന്റൻസസ് ഒന്നുകൂടെ നോക്കാം. ഡെർ ഗ്രോസ മാൻ ആർബൈറ്റഡ്, ഡെർ ഗ്രോസ മാൻ ആർബൈറ്റഡ്. ഇഷ് ലേസ ein interessantes Buch, die kleine Stadt ist schon. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്തായിരുന്നു, ഗ്രോസമാൻ, ഇൻട്രസാൻറ്റസ് ബൂഹ്, ക്ലൈനസ്റ്റാറ്റ്. അപ്പം നമ്മൾ ഇന്ന് 3 വേർഡ് ആർട്ടിനാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു, അഡ്ജക്റ്റീവ്, verb ആൻഡ് നോമൻ. അപ്പോൾ ഇത് 3 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.